കുറെ ആളുകളുടെ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ മാറ്റം വരുത്താൻ പറഞ്ഞ 3 കാര്യങ്ങൾ, ഈ മാറ്റം വരുത്താൻ പറഞ്ഞ 3 കാര്യങ്ങൾ അവര് വളരെ സീരിയസ് ആയിട്ട് ചെയ്ത ശേഷം അവർക്കുണ്ടായ റിസൾട്ട് പറഞ്ഞാല് 300-400 വ്യൂസ് വരുന്ന ചാനൽ നേരെ കയറിയിട്ട് പിന്നെ 20,000-30,000 ഒക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ എന്റെ ഇന്റർവ്യൂ കുറെ എന്റെ ചാനലിൽ കാണാൻ പറ്റും. അപ്പൊ ആ ഇന്റർവ്യൂ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ആളുകൾ സക്സസ് ആയി എന്നുള്ളത് പറയുന്നുണ്ട്. ഇനിയും ഇന്റർവ്യൂസ് വരാനുണ്ട്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് ആളുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വലിയൊരു ഇന്റർവ്യൂ കൊണ്ട് മനസ്സിലാക്കാൻ കുറച്ച് പണിയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ആ 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. 3 കാര്യങ്ങളെ നിങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് നിങ്ങളുടെ ചാനൽ നല്ല വീഡിയോ ആണെങ്കിൽ ഉറപ്പായിട്ട് സക്സസ് ആവും. യൂട്യൂബിന്റെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂസ് കൊണ്ടൊന്നും നിങ്ങളുടെ ചാനൽ ഡൗൺ ആവില്ല. അപ്പൊ എന്താണ് 3 കാര്യങ്ങൾ നോക്കാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോന്റെ തുടക്കമാണ്, സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ പലരും ഇപ്പോഴും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു വീഡിയോയുടെ ലോങ് വീഡിയോയുടെ ആദ്യത്തെ ഒരു 30 സെക്കൻഡ്, ആ 30 സെക്കൻഡിൽ ആദ്യത്തെ 10 സെക്കൻഡാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സമയം. ആ 10 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ വീഡിയോ എന്താണെന്നും അത് കണ്ടിട്ട് എന്താണ് ഉപകാരമെന്നും നിങ്ങൾ അവിടെ ഈ കാണുന്ന ഓഡിയൻസിനോട് പറഞ്ഞിരിക്കണം. അവരത് മനസ്സിലാക്കി കഴിഞ്ഞാലേ ബാക്കി കാണുള്ളൂ. അപ്പോൾ പലരും ചെയ്യുന്നത് ആ ഒരു 10 സെക്കൻഡ് ഗ്യാപ്പിൽ നിങ്ങൾ ആനിമേഷൻ കാണിച്ചിട്ടും നിങ്ങൾ ഇൻട്രോ സീൻ കാണിച്ചിട്ടും ഒക്കെ കളയും. പിന്നെ ചില ആൾക്കാർ സബ് ചോദിച്ചിട്ടൊക്കെയാണ് അത് കളയുന്നത്. അതോടുകൂടി എന്ത് ചെയ്യും, ആളുകൾ സ്കിപ്പ് ചെയ്തിട്ട് പോകും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ, കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുന്ന ഒരു പ്രശ്നമാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രോയിൽ തന്നെ എന്ത് ചെയ്യുക, ഹൂക്ക് എന്ന് പറയും. ഹൂക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പിടിച്ചു നിർത്തിക്കാൻ പറയുന്ന വിഷ്വൽസ് ആവാം, പിന്നെ വാക്കുകളാവാം, എന്തും ആവാം. കാരണം ഒരാളെ പിടിച്ചു നിർത്തിക്കണം, അതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഹൂക്ക് എന്ന് പറയാം. ആ ഹൂക്ക് അവിടെ കാണിച്ചിരിക്കണം. ഹൂക്കിന്റെ കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അത് മനസ്സിലായല്ലോ. അത് ആദ്യത്തെ 10 സെക്കൻഡ് എന്നുള്ളത് നോക്കുക. 30 സെക്കൻഡ് ആണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പഴയ റീച്ച് ആവാത്ത വീഡിയോ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ 30 സെക്കൻഡിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നതിന്റെ ഇടയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അതാണ് ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്. ആ 30 സെക്കൻഡിലുള്ള അറ്റൻഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകുക എന്നുള്ളത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ, അതായത് എന്താ പറയാ, സകല ആളുകളും എന്ന് തന്നെ പറയാം, സക്സസ് ആവാത്ത സകല ആളുകളും ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ യൂട്യൂബിൽ എങ്ങനെ സക്സസ് ആവണം എന്നുള്ളത് തീരുമാനിക്കുക. ഏത് വീഡിയോ ഇടണം എന്നുള്ളത്, ലോങ് വീഡിയോ വേണോ ഷോർട്ട് വീഡിയോ വേണോ, ഇത് തീരുമാനിക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ രണ്ടും വേറെ വേറെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സാധാരണയായിട്ട് ആളുകൾ പറയുന്ന ഒരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, വലിയ വലിയ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ നമ്മൾ ചെയ്ത എന്താ പ്രശ്നം? വലിയ വലിയ ആൾക്കാരെന്ന് പറയുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് വലിയൊരു ചാനൽ, അവർക്ക് ഷോർട്സിലൂടെ 10 മില്യൺ വ്യൂസ് വരുന്നുണ്ട് വിചാരിക്കുക. അതായത് 10 മില്യൺ വ്യൂസ് ആണ് ഷോർട്സിന് വരുന്നത്. അതേ ആളുകൾ ലോങ് വീഡിയോ ഇട്ടാൽ അവർക്ക് വരുന്നത് 1 ലാക്ക് 2 ലാക്കാണ്, 2 ലക്ഷമാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് 2 ലക്ഷം വ്യൂസ് ലോങ്ങിനും മറ്റേത് 10 മില്യണും വന്നാൽ തന്നെ അവർക്ക് വലിയൊരു റവന്യൂ അതിന് കിട്ടും. പക്ഷെ സാധാരണക്കാരിലേക്ക് വരുന്ന സമയത്ത്, തുടക്കക്കാരായ ആളുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എന്താ പ്രശ്നം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വരുന്നത് 5000 ഷോർട്ട് വ്യൂവും 500 ലോങ് വ്യൂ ആണ്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി നോക്കുക എത്ര കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരിക. പക്ഷെ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം, വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മളത് അച്ചീവ് ചെയ്യുമെന്ന് കരുതി കണ്ടിന്യൂസ് ഷോർട്ട് ഇട്ട് കുറെ നാളുകൾ കൊണ്ട് നിങ്ങൾ ഇത്രയും വലിയൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു മാനസിക ഇതൊക്കെ തയ്യാറെടുപ്പൊക്കെ കൂടി നിങ്ങൾ വേണം ചെയ്യാൻ. അതൊന്നും പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിപ്രഷൻ അടിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പൊ ഷോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഷോർട്സ് മാത്രം ചെയ്യുക, ലോങ് വീഡിയോ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ലോങ് വീഡിയോ മാത്രം ഇടുക. ഇനി ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് നല്ല റീച്ചായി 10 മില്യൺ 20 മില്യൺ ഒക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ലോങ് വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ അതിനൊരു 1 ലാക്കോ അല്ലെങ്കിൽ 50,000 ഒക്കെ വരുമായിരിക്കും. അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പാരിസൺ നോക്കിയാൽ മതി. സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് അത് അത്ര നല്ലതല്ല. കാരണം അവർക്ക് 300-400 വ്യൂസ് മാത്രമേ കഴിയുള്ളൂ. മറ്റുള്ളവർക്ക് അങ്ങനെയല്ലല്ലോ വരുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഡിഫറൻസ് പറഞ്ഞാല്, ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലോങ് വീഡിയോ കയറി വരില്ല. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നേരെ അനലറ്റിക്സിൽ പോയിട്ട് ഹൗ വ്യൂവേഴ്സ് ഫൈൻഡ് യു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ എടുത്ത് നോക്കുക. ഈ ഓപ്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവിടെ നിൽക്കുന്ന ഷോർട്സ് ആണെങ്കിൽ നിങ്ങളുടെ ലോങ് വീഡിയോ കയറിപ്പോൾ നല്ല പണിയായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഷോർട്സ് ചെയ്യുന്നത് നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക, തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ലോങ് വീഡിയോ മാത്രം ചെയ്യുക.
ലോങ് വീഡിയോ മാത്രം ചെയ്താൽ പതിയെ പതിയെ ലോങ് വീഡിയോ കയറാൻ തുടങ്ങും. അങ്ങനെ ലോങ് വീഡിയോ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആവും. നിങ്ങൾക്ക് ഒരു 10,000 20,000 വ്യൂസ് വന്നാൽ തന്നെ വലിയ ഒരു എമൗണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം തുക കിട്ടും. പക്ഷെ ഷോർട്സിന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ ഷോർട്സ് 1 lakh വ്യൂസ് വന്നാൽ നിങ്ങൾക്ക് ഒരു വളരെ കുറഞ്ഞ $1, $1 $2 ഒക്കെ കിട്ടുള്ളൂ. അത്രയും കുറവേ കിട്ടുള്ളൂ. കാരണം ഷോർട്സ് അത്രയും റീച്ച് ആവുന്നത് കൊണ്ടാണ് അങ്ങനെ പൈസ കുറച്ചുള്ളത്. അപ്പൊ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. വെറുതെ പോയി ഷോർട്സിൽ പോയി വീണിട്ട് നിങ്ങൾ ആ ഒരു യൂട്യൂബിന്റെ ജേണി തന്നെ ചിലപ്പോൾ ഇല്ലാതാവും. നിങ്ങൾക്ക് പിന്നീട് ഡിപ്രഷൻ ആവും, എവിടെ എത്തുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷൻ വരും. അപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഈ 10 സെക്കൻഡിന്റെയും പിന്നെ ഈ ഷോർട്സിന്റെയും കാര്യം. ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ തമ്പിനയിൽ അടിപൊളിയാക്കുക. തമ്പിനയിൽ അടിപൊളിയാക്കുക. പണ്ട് ഞാൻ ഇപ്പം കുറച്ച് നാൾ മുമ്പ് കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് കോഴ്സുകൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. തമ്പിനയിലെ കോഴ്സുകൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്താ അറിയോ, ഇനിയിപ്പോൾ അതിന്റെ കോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാവർക്കും തമ്പിനയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജെമിനിയും ചാറ്റ് GPT ഒക്കെ ഉണ്ട്. അപ്പൊ ജെമിനിക്ക് ചാറ്റ് GPTയിലൊന്നും തമ്പിനയിൽ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു പ്രോംപ്റ്റ്, ഒന്നുമില്ല, ജസ്റ്റ് കുറച്ചൊരു കാര്യങ്ങൾ എഴുതാൻ നിങ്ങൾ ഒരു തമ്പിനെ ഡിസൈൻ ചെയ്യുന്നു മാത്രമേ വേണ്ടൂ. അപ്പോൾ ഒരു പ്രോംപ്റ്റ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ഇടാം. നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, അത് കോപ്പി എടുക്കാം, ചാറ്റ് GPT ഓപ്പൺ ആക്കുക, എന്നിട്ട് അതിൽ പേസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ അതിൽ ടൈറ്റിൽ വരുന്നത് അത് അവിടെ എഴുതി കൊടുക്കുക, മലയാളം ടൈറ്റിൽ എഴുതി കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഇമേജസ്, നിങ്ങളുടെ ഇമേജസ് ആണെങ്കിൽ ഇമേജസ് കൂടി ഇട്ട് കൊടുത്താൽ മതി. ബാക്കി എല്ലാത്തും സെറ്റ് ചെയ്തോളും. വളരെ സിമ്പിൾ ആയിട്ട് തമ്പനയിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും, പണ്ടത്തെ പോലെ ഒന്നുമല്ല. അപ്പൊ ഈ തമ്പനയിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 കാര്യങ്ങൾ ഇനി ഇതുവരെ ചെയ്യാത്ത ആളുകൾ ഇനി മുതൽ ചെയ്തു തുടങ്ങാം. ഇത് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. തമ്പനയിലൊക്കെ ഇപ്പോൾ ഞാൻ ക്ലാസ്സുകൾ മാറ്റിയിട്ട് ഇപ്പോൾ എടുക്കുന്നത് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്ന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഡിസൈനൊക്കെ ചാറ്റ് GPTയും ജെമിനിയും ചെയ്യും. പക്ഷെ എന്ത് എഴുതണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. അപ്പൊ പുതിയ ക്ലാസ്സുകളിൽ വരുന്നത് അതാണ്. അതായത് എങ്ങനെയാണ് നമുക്കിത് എഴുതേണ്ടത്, ആളുകളെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യുന്ന രീതിയിൽ എഴുതേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ തമ്പനയിലൊക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിട്ട് ചാനൽ കയറി പോകും, നല്ല വ്യൂസ് വരും. ഒറ്റ തമ്പനയിൽ മാറ്റിയിട്ട് ഒരു 1 lakh വ്യൂസ് വന്ന ചാനലുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. 1 lakh വന്നിട്ടുണ്ട്, 50,000 വന്നിട്ടുണ്ട്. 1 lakhന് 3 പേർക്ക് മറ്റും വന്നു. അങ്ങനെ അത്രയും ഇതായിട്ട് കയറി പോകും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത്രയും കയറി പോകും. നിങ്ങൾ വിചാരിക്കുക അതൊക്കെ തള്ളായിരിക്കും എന്ന് വിചാരിക്കും, പക്ഷെ അല്ല. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട എന്റെ ഗ്രൂപ്പിലുള്ള ആളുകൾ ഇങ്ങനെ തമ്പനയിൽ മാറ്റി സക്സസ് ആയവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. അപ്പൊ ആളുകൾക്കൊരു കുറച്ചുകൂടി വിശ്വാസമാവും, ഇവൻ വെറുതെ പറയുന്നില്ല എന്നുള്ളത് ഒരു ബോധ്യം വരും. അപ്പൊ ഈ കാര്യം നിങ്ങൾ വളരെ സീരിയസ് ആയി എടുത്ത് മാറ്റം വരുത്തിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ കയറിപ്പോ ഒരു സംശയവും വേണ്ട. ഇത് ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ട് സക്സസ് ആയ വിഷയമാണ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.